അപ്പൊ നല്ല മഴക്കാറുള്ള ഒരു ദിവസമാണ് മക്കളെ. ഇന്നാണ് എൻ്റെ മോനൊരു കൊതി പറഞ്ഞത്. ഇതുവരെ അവൻ അട കഴിച്ചിട്ടില്ല ഇലയുടെ. അപ്പൊ എന്തായാലും ഇന്നൊന്ന് ഇലയുടെ ഉണ്ടാക്കാന്ന് കരുതി. മഴക്കാറായിട്ടൊരു വേജാറും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ എന്താ നമ്മള് ഇലയുടെ ഉണ്ടാക്കാന് വാഴയിലൊക്കെ എടുത്തിട്ട് നല്ലോണം വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ നീളത്തിൽ ഞാൻ കൊണ്ടുവന്നാണ്. ഇനി ചെറുതാക്കി എടുക്കണം. ഇത് അട ഉണ്ടാക്കാനുള്ള ശർക്കരയൊക്കെ ഞാൻ നേരത്തെ മെൽറ്റാക്കി, അതുപോലെ തന്നെ തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഒക്കെ കൂടി ഇട്ടു. ഏലക്കായ ഇട്ട് കൊടുത്തു കേട്ടോ. കുറച്ച് അവില് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കനത്തിനാണ് കേട്ടോ. ഉള്ളിൽ നല്ലൊരു കനം ഉണ്ടാവും നമ്മൾ ഇത് ഇട്ട് കൊടുത്താല്. നല്ലോണം മിക്സ് ആവട്ടെ. പിന്നെ അവിലൊന്ന് സോഫ്റ്റ് ആയി വരട്ടെ. അതുവരെ നമുക്ക് അത് ഗ്യാസ്മ തന്നെ വെക്കാം കേട്ടോ. ഇനി നമുക്ക് മാവ് പരത്തിയെടുക്കാം. അത് അരിപ്പൊടിയിൽ ചൂടുവെള്ളം അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ട് ഞാൻ കുറച്ച് ലൂസ് ആക്കിയിട്ട് കുഴച്ചെടുത്തതാണ്. പരത്താനുള്ള ഒരു എളുപ്പത്തിനാണ് കേട്ടോ. അപ്പൊ ഇതാ നമ്മള് പിന്നെ അടയൊക്കെ പുഴുങ്ങിയെടുക്കാൻ പോവാണ്. അപ്പൊ ഒരു വെള്ളം ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമ്മുടെ അരിപ്പ പാത്രം മേലെ വെച്ചെടുത്തിട്ടുണ്ട്. ഇഡ്ഡലി കുക്കറിലായാലും സ്ഥലം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ്. 4 ഒന്നിച്ച് വേവിക്കണല്ലോ. അപ്പൊ ഞാൻ 4 എണ്ണമാണ് ഉണ്ടാക്കിയത്. പിന്നെ നമ്മളെ പൊടിന്റെ പാത്രം അവിലിന്റെ പാത്രം ഒക്കെ ഒന്ന് കൊണ്ടുപോയി വെക്കുന്നുണ്ട് കേട്ടോ. അത് എടുത്തോട്ട് തന്നെ വെക്കണം എനിക്ക്. അപ്പൊ 4 എണ്ണം ഉണ്ടാക്കിയതിന്റെ കഥ എന്താന്ന് വെച്ചാല് 3 എണ്ണം മതി ഞങ്ങൾക്ക്. പക്ഷെ ആരെങ്കിലും പെട്ടെന്ന് വന്നാലേ ഒന്ന് കൊടുക്കാലോ. അപ്പൊ നമുക്ക് കഴിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും കൊടുക്കണ്ടേ. അപ്പൊ ഞാൻ അതിനാണ് എന്തുണ്ടാക്കുമ്പോഴും ഒന്ന് എക്സ്ട്രാ വെക്കും കേട്ടോ. അപ്പൊ നമ്മളെ അടയൊക്കെ ഇവിടെ സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത അവന് ഇനി എപ്പോഴും ആവശ്യപ്പെടുന്നാ തോന്നുന്നത്. ഇതാ നമ്മുടെ ശർക്കരയൊക്കെ ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമ്മള് ഇപ്പൊ ഞാൻ ഇത് നല്ല ലൂസാക്കി കുഴക്കൊണ്ടാട്ടോ ഇങ്ങനെ കുഴക്കണം ശരിക്ക്. എന്താ ഇന്നാലേ ഈ പൊടിയിലേക്കൊക്കെ നമ്മൾ ആ മധുരം ഇറങ്ങി ചെല്ലുള്ളൂ കേട്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ. ആദ്യം ഒന്ന് പൊട്ടിച്ച് അവന് കൊടുത്തു. അവൻ കഴിക്കണ്ട. ഇനി ഞാനൊന്ന് കഴിക്കട്ടെ. അതും കൂടി ഇങ്ങനെ കണ്ടോളിട്ടോ. ഇപ്പൊ ഞാനാണ് എപ്പോഴും കഴിച്ചു കാണിക്കുക. അപ്പൊ കഴിക്കുമ്പോഴേക്കും മഴക്കാറൊക്കെ മഴയായിട്ടോ. ഒരുപാട് തകർത്ത് പെയ്തു. ഇപ്പൊ ഏകദേശം ചോർന്നിട്ടോ. ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോ ഒരു വീഡിയോ എടുത്തതാണ്. ഇവിടെ വന്നിട്ട് വാർപ്പിന്റെ മുകളിൽ വന്നുകൊണ്ടാണ് എടുക്കണേ കേട്ടോ. ആകാശമൊക്കെ ഒന്ന് നോക്കി നല്ലോണം കരഞ്ഞ് തെളിഞ്ഞ് തീർത്ത പോലെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും വരാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.